ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിന്നൊരു മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത്. ഇരുമ്പമ്പുളിയിട്ട് മത്തിക്കറി വയ്ക്കണ ഒരു വീഡിയോ ആണ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇരുമ്പമ്പുളി എടുത്ത് കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്തിയുടെ ഉള്ളിൽ ഇതിൻ്റെ പലിഞ്ഞീനൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വറക്കാൻ വേണ്ടി. അപ്പോൾ ഇരുമ്പമ്പുളി കൂടുതലിട്ടായാലും നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ മത്തിയിൽ നല്ല നെയ്യുള്ള മത്തിയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറേ നാളുകളായി ഇരുമ്പമ്പുളി ഇട്ട് മത്തി വെക്കണമെന്ന് വിചാരിക്കണത്. അപ്പോൾ മത്തി കിട്ടിയപ്പോൾ വേഗം, പിന്നെ ഇരുമ്പമ്പുളിയുടെ സീസൺ കഴിയാറായല്ലോ. അപ്പോൾ അതിക്ക് മുമ്പ് നമുക്ക് നല്ലത് നോക്കി കുറച്ച് ഞാനെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു പകുതി സവാളയും ഒരു കഷ്ണം ഇഞ്ചിയും 5-6 പച്ചമുളകും കറിവേപ്പിലയും കൂടി എടുത്തിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ വെറുതെ ഒന്ന് വാട്ടിയാൽ മതിയാവും. ബ്രൗൺ നിറമൊന്നും ആവണ്ട. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണത്. ഞാനിപ്പോൾ ഈ കറിയിൽ മുളക് പൊടി ഇത്തിരി കൂടുതൽ വേണം. പുളിയൊക്കെ ചേരുമ്പോൾ മുളക് പൊടിയാണ് കൂടുതൽ വേണ്ട, മല്ലിപ്പൊടി കുറവ് മതിയാകും. പിന്നെ ഞാനൊരു വലിയ തേങ്ങയുടെ പകുതി അരമുറി തേങ്ങ എടുത്തിട്ട് അതൊന്ന് മിക്സിയിലടിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെയാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർക്കാം. അപ്പോൾ ആദ്യം ഈ അരപ്പൊന്ന് നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളച്ച് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇരുമ്പമ്പുളി എപ്പോഴും നമ്മൾ നേരിട്ട് കഴിക്കാതിരുന്നാൽ മതി. ഇരുമ്പമ്പുളി കറി വെച്ച് കഴിക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ സീസണിൽ 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ ചെമ്മീനും മാങ്ങയും അല്ലെങ്കിൽ ചെമ്മീനും ഇരുമ്പമ്പുളിയും അല്ലെങ്കിൽ ഇരുമ്പമ്പുളി ചക്കക്കുരു മുരിങ്ങക്കായൊക്കെ ഇട്ടൊക്കെ ആയാലും ഉണക്കച്ചെമ്മീനൊക്കെ ഇട്ട് കറി വെക്കും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇരുമ്പമ്പുളി ചിലവർ പച്ചനെ തന്നെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര കംപ്ലൈൻ്റ് ആണെന്ന് ഡോക്ടർമാരൊക്കെ പറയേണ്ട. പക്ഷേ ഇത് കറി വെച്ച് കഴിച്ചാലും നല്ലതാണ്. ഇത് കൊളസ്ട്രോളൊക്കെ കുറയാനൊക്കെ ആയാലും ഇരുമ്പമ്പുള്ളി നല്ലതാണെന്നാണ് പറയണത്. അപ്പോൾ ഇത് ഇരുമ്പമ്പുള്ള സീസണിൽ 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ കറി വെച്ച് കഴിക്കാനും അടിപൊളി ടേസ്റ്റായിരിക്കും. അപ്പോൾ ഈ കറിയിൽ നമ്മൾ ഇതിട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല പുളിയൊക്കെ ഇത്തിരി കുറഞ്ഞിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നറിയാം. അപ്പോൾ ഇത് ഇരുമ്പമ്പുള്ളി ഇട്ട് അയല കറി വെക്കുമ്പോഴായാലും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്കതിലേക്ക് ഇപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചും കൂടി ഒഴിക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ അടിപൊളി ഇരുമ്പമ്പുളി മത്തിക്കറി ഇവിടെ റെഡിയാണ്. പിന്നെ നമുക്ക് മത്തി വറക്കാനുണ്ട്. പിന്നെ മത്തിയുടെ ഉള്ളിലെ പലിഞ്ഞീനും വറക്കാനുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ കറികൾ. വേറെ പച്ചക്കറിയൊന്നുമില്ല, അച്ചാറും കൂടി കൂട്ടിയിട്ടാണ് ചോറ് കഴിക്കണത്. അപ്പോൾ ഈ മത്തി ഇരുമ്പമ്പുളിയിട്ട് കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനും പറ്റിയൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇരുമ്പമ്പുളിയൊക്കെ ഇപ്പോൾ സീസൺ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതിക്ക് മുമ്പ് ഇങ്ങനത്തെ നല്ല മത്തിയൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അയല കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് കൂട്ടാൻ ശ്രമിക്കുക. അപ്പം ഞാനിതിക്ക് മുമ്പും ഇരുമ്പമ്പുള്ളിയുടെ കറിയൊക്കെ വെക്കണ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.